അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമായിട്ട് ഇന്ന് ഞങ്ങൾ വിവരിക്കുന്നുണ്ട്. ഖുർആനിലെ 25 നബിമാരിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല വിവരിച്ചതിൽ ഇന്നിപ്പോൾ 6ാമത്തെ നബിയായിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അബ്ദുൽ നബി 1, ഇദ്രീസ് നബി 2, നൂഹ് നബി 3, ഹൂദ് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം. അതിൽ പിന്നത്തെ നബിയായിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമുടെ കാലത്തിൽ പിന്നെ ഒരു 10 തലമുറ കഴിഞ്ഞാൽ പിന്നെയായിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ ഖലീലുല്ലാഹ് എന്ന ഒരു പേര് കിട്ടിയ നബിയായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ സന്താന പരമ്പരയിലായിട്ട് അങ്ങനെ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ പിന്നെ വന്ന നബിമാരൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ സന്താനത്തിൽപ്പെട്ടാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ ഹയാത്ത് കാലത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ മോന് ഇസ്മായിൽ നബി നബിയായിട്ട്, ഇസ്ഹാഖ് നബി നബിയായിട്ട്, സഹോദരന്റെ മോന് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം നബി, അതുപോലെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമുടെ മോൻ യാക്കൂബ് നബി നബി. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഹയാത്ത് കാലത്ത് തന്നെ തൻ്റെ മക്കളൊക്കെ നബിയായിട്ട് നിയോഗിക്കപ്പെട്ട ആ ഒരു ഭാഗ്യം കിട്ടിയ ആളായിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ചൊല്ലുമ്പോൾ ഒരുപാട് ത്യാഗം സഹിച്ച നബിയായിട്ട്, ഒരുപാട് കഷ്ടപ്പെട്ട നബിയായിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇറാഖിലെ ബാബിലോൺ ചൊല്ലിയ റായത്തിലായിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിക്കല്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിക്കുമ്പത്തു ആ കാലഘട്ടത്തിൽ ഒരു രാജാവ്, ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ആ കാലഘട്ടത്തിൽ നിന്ന ഒരു രാജാവ്. ആ രാജാവുക്കും അണ്ടത്തെ ജ്യോത്സ്യന്മാർ ചൊന്നു കൊടുത്തുన్నారు. എന്തരെ ഇതാ ഇന്ന തിങ്ങറിൽ ഇന്നത്തെ ടൈമിൽ ഒരു കിടാവ് ജനിക്കുക പോണ്ടു. ആ കിടാവ് നിങ്ങളെ ദീനുകും ഇപ്പം നിങ്ങൾ ആക്കിക്കൊണ്ടുള്ള ഈ ദീനുക്ക് വിരുദ്ധമായിട്ട് ആ കിടാവ് ചൊല്ല് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ജനനത്തിന് മുന്നിൽ തന്നെ അവിടെ എന്താക്കിన్నారు, വാർത്ത അറിയിച്ചിട്ടുన్నారు. നമ്രൂദ് ഇബ്നു കനാനായിട്ട് രാജാവ്. അപ്പം ആ നമ്രൂദ് റൊട്ടെ അങ്ങ് ചൊന്നതായിട്ട് ഞാൻ ഇന്ന വർഷത്തിൽ നിങ്ങളുടെ ദീനും നിങ്ങളെ ഈ വിഗ്രഹാരാധനത്തിൽ പൊലിക്കിടയ്ക്കത്തൊരു കിടാവ് ജനിക്കിട. അപ്പൊ ആ വർഷത്തെ ജനിക്കിട എല്ലാ കിടാവുടെയും കൊല്ലുകുബേനായി ഇബ്രാഹിം അവൻ കൽപ്പിച്ചു. ഗർഭിണികളെല്ലാം കൊടുന്ന് ഹാജരാക്കിയത് പെത്തിട്ടാകുമ്പത്ത് ആ കിടാവുടെ കൊല്ലിട. അങ്ങനത്തെ ഒരു കാലഘട്ടം അവിടെ ആയി. മഹാനായ മൂസാ നബി അലൈഹി സ്വലാമുടെ ജനന കാലത്തായതുപോലെ. അപ്പം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഉമ്മ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ കർപ്പിച്ചായത് അങ്ങ് ഗൊന്തായിട്ടില്ല. അപ്പൊ ഈമെന്തായാലും അള്ളാഹുടെ കുതിരത്തിക്കുമല്ലോ, അള്ളാഹുടെ പിന്നെ ഇന്നിങ്ങനത്തെ ഒരു കിടാവിടെ അള്ളാഹു ജനിപ്പാട്ടൊക്കെ പോകണ്ടാന്ന് കണ്ടെങ്കിൽ അതിലെ തടയൊക്കെ ആർക്ക് സാധ്യവിടെ. അപ്പൊ ഉമ്മ എന്താക്കി തോന്നിത്ത ഈ കിടാവിടെ ഗുഹയിൽ പോയിട്ടായിട്ട് പ്രസവിച്ചത്. അപ്പൊ ഗുഹയുടെ പ്രസവിച്ചിട്ട് അതിലെ വായിൽ 10 ഭാഗം ബന്ധാക്കിയിട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് നോക്കിടും. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് കൊമ്പ ബെറലെടുത്തിട്ട് ഇങ്ങനെ വായിക്കിട്ടിട്ട് ഉജുമ്പി ഒട്ടിക്കരുത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പൊ അള്ളാഹു അങ്ങനെ ആയിട്ട് ആ കിടാവ് റിസ്ക് കൊടുത്തത്. അങ്ങനെ അവിടെ പോയിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമത്തെ കാലത്തോളം പെരിയ അവിടെ പിന്നെ ആയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ട്. അപ്പൊ അണ്ടത്തെ ആ ബാബിലോണിൽ നിന്ന് ആ റായത്ത് ആളുമാർ പിന്നെ വിഗ്രഹത്തിന് ആരാധനാക്കി ആളുമാറായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ ദീനിക്ക് വിളിക്കുക. അവർ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹറാനിക്ക് കൊണ്ടു, ഹറാന്റെ പിന്നെ ഫലസ്തീന് കൊണ്ടു, ഫലസ്തീന് പിന്നെ ഈജിപ്ത് കൊണ്ടു, ഈജിപ്തില് പിന്നെ ഫലസ്തീന് കൊണ്ടു. അതാണ് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഭയങ്കര ത്യാഗം സഹിച്ചാല് സ്വന്തറായി ഇട്ട് വലിച്ചെറിഞ്ഞു പോകേണ്ടിരുന്ന അത്ര സുലഭല്ലത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബാബിലോണിൽ ജനിച്ചിട്ട് അങ്ങനെ ഇസ്ലാം ദീനക്ക് ബേനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചെത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫസ്റ്റ് വിളിക്കാറ് കേട്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ബാപ്പ ചെന്നെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ബാപ്പ വഫാത്തായത്. ശരി, പിന്നെ വളർത്തിയത് ബാപ്പയുടെ സഹോദരൻ ആസർ എന്ന് ചൊല്ലാലായിട്ട്.
അപ്പൊ ഖുർആാനില് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ബാപ്പയുടെ പേര് ചൊല്ല അവിടെ ആസറിന്റെ ചൊന്നത്. അപ്പൊ ആസർ അയാള് ഈ വിഗ്രഹാരാധനാക്കുന്ന ആളും മാത്രല്ല ഇതെല്ലാം ആക്കിയിട്ട് അതിൽ സേലാക്കിക്കൊണ്ടിരുന്ന ആളായിട്ട് വിത്തോണ്ട് അതിൽ ബാന്യമേ അത് മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനായിട്ട് അതിൽ ബിക്കോബേനായി ഏൽപ്പിച്ചുകൊണ്ട് എന്തിട്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിൽ വിത്തിട്ടില്ല, അത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിരിച്ചോണ്ടേ ഇതെന്തോ ആക്കില്ല, ഈ കണ്ണും കാണില്ല കാതും കേൾക്കില്ല, എന്തോ ആക്കി ഇതെ കൊണ്ട് സാധ്യമാവില്ല, വെറുതെ ഇത് ബെനങ്കെടുത്ത പോറും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതൊക്കെതിരെ പോരാടിയാളായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ എന്താക്കട് അതൊന്നും പടച്ചവനല്ല എന്ന് അങ്ങക്ക് കാട്ടിക്കൊടുക്കണമെങ്കിൽ പല തെറും ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാട്ടിയത്. അപ്പൊ ഫസ്റ്റിക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആസറുടെ ഐറ്റിക്കട് വിളിക്കുക. ആസർ ചെന്നെങ്കിൽ ബാപ്പയുടെ സഹോദരന് എന്ന ഐറ്റിക്കട് ചൊല്ല് താറഖിന്റെ ഐറ്റിക്കട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ബാപ്പയുടെ പേരുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ബാപ്പ പിന്നെ ആസറും ചൊല്ല് എന്ത് കേട്ടെങ്കിൽ കുഞ്ഞാബടെ അബ്ബയുടെ സ്ഥാനത്തായിട്ട് അറബിങ്ങ കാട്ട്. സാധാരണ അർബ എന്ന ആ ഒരു പദപ്രയോഗം ആ നിലക്ക് അങ്ങ് ഉപയോഗമാക്കുന്നത്. അപ്പൊ പിന്നെ ബാപ്പ ഇല്ലാണ്ടാകുമ്പോ പിന്നെ ആ സ്ഥാനത്ത് മൂത്താബോ കുഞ്ഞാബോ നിൽക്കാറല്ലേ എന്ന നിലക്കായിട്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അയാളെ വിളിച്ചിട്ട് അയാൾ നല്ല ഇല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെന്ന് ജനങ്ങളൊട്ടിക്ക് ചെന്ന് അള്ളാഹു ഇബാദത്തെടുക്കും, ഇത് നിങ്ങൾക്ക് എന്തു ഉപദ്രാക്കുവോ ഉപകാരാക്കുവോ ഇതൊക്കെന്തും സാധിക്കില്ല. അപ്പൊ അങ്ങ ചെന്നത് ഞങ്ങളെ ബാപ്പയുടെ മാപ്പല്ല ഈക്കല്ലേ പൂജയ്ക്ക് വേണ്ടിന്നെ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെന്ന് നിങ്ങളും നിങ്ങളെ ബാപ്പന്മാരൊക്കെ വ്യക്തമായ വഴിക്കേടലായിട്ടിടുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങോട്ടിച്ചുണ്ട്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താക്കി തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ഉത്സവനാല്. അപ്പൊ അങ്ങെല്ലാവരും ഇവിടെ പോണ്ടത് അങ്ങനെ ഉത്സവം നടക്കുന്നത് ഈ മൈതാനത്ത് പോണ്ടത്. ആ പോകുമ്പത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോയില്ല എന്നൊക്കെ തീരില്ല ചെന്നത്. ഇങ്ങെല്ലാം എന്താക്കുക ഇവിടെ ഗമ്മത്താക്കിയിട്ട് ഇതിലെല്ലാം ഇങ്ങനെ ഈ ഇതൊക്കെ വെച്ചിട്ട് പോണ്ടി പോയി വന്നിട്ട് ഇതിൽ തിന്നിട്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പടച്ചോണ് മാറിട്ട് സങ്കല്പിച്ച ഇതൊക്കായിട്ട് കല്ലിൽ നിന്നും ഇതിൽ നിന്നും കെത്തിയതൊക്കായിട്ട് വെച്ച് പോണ്ടി പോയിട്ട് തിരിച്ചു വണ്ടർ വന്നിട്ട് പിന്നെ തിന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഉത്സവനാലങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോയില്ല. അങ്ങ് പോയാൽ പിന്നെ വലിയൊരു കൊടാരി എടുത്തിട്ട് അതിലെല്ലാം പൊലിച്ചിട്ടിട്ട് വലിയതിരെ മാത്രം ബാക്കി വെച്ചിട്ട്. അപ്പൊ മൈതാനിക്ക് ഇങ്ങനെ ഉത്സവമെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്കും എല്ലാം പൊടിപൊടിയായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് എടുത്ത് അങ്ങനെന്താക്കിയാറ് പരസ്പരക്ക് ആറായിട്ടിക്കോ. അപ്പൊ ചെന്നൊരു അത് കൂടുതൽ ബറാത്തെ ഇബ്രാഹിം മാത്രല്ലേ ഓനല്ലേ ഞങ്ങളെ ഇതൊക്കെല്ല ഈ വിരോധാക്കടെ ഓനായിട്ടിക്കുമയ്യോ. അങ്ങനെ രാജാവിടെ എന്നാ പിടിച്ച വേറുണ്ട് ഓർഡർ ഇട്ട് അങ്ങനെ ആൾമാരെ എതിരിലെ കൂട്ടിക്കൊണ്ട് വന്ന പക്ഷെ എന്നിട്ട് ഇതെല്ലാം ആറ് പൊലിച്ചിട്ടിട്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താക്കിയിട്ട് ആ കൊത്തിട്ടിട്ട മലുടെ വലിയതിരെ കലത്ത് തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ചെന്ന് ആ വലിയതായിട്ടേക്കും ഇതെല്ലാം ആക്കിയില്ലേ അയക്ക് ഇഷ്ടമായിട്ടിക്കാല എന്താ വെച്ചെന്നെങ്കിൽ നടുലൊന്ന് വലിയതും അർഗലെല്ലാം കുറെ ചെറിയതും. അപ്പൊ ഈ ചെറിയതുക്കല്ല നിങ്ങൾ ഇബാദത്തെടുക്കുന്നത് അതൊക്കെ ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് വലിയതെല്ലാം പൂലാക്കിട്ടിട്ടായിട്ടിക്കോണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു നിമിഷം അങ്ങോട്ട് ചിന്തനാക്കിയാറ് ഈ നങ്ങ ഇതാക്കടെ വെറുതെ എന്നെങ്കും അങ്ങെന്തായാലും അത് ബുട്ടില്ല അങ്ങ് ബുട്ടില്ല അങ്ങെന്താക്കിയാറോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ തീക്കിട്ട് കൊല്ലണോട്ടായിട്ട് അങ്ങ് തീരുമാനമാക്കിയത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കിട്ട് കൊല്ലണം. അങ്ങനെ അതൊക്കെ വലിയൊരു തീക്കുണ്ടാറും വലിയൊരു ഗുലിക്ക് കുറെ ഇതെല്ലാം ഇട്ടിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ഐക്യണ്ട്. അപ്പൊ തീക്കുണ്ടാറത്ത് കിട്ടിട്ടാകുമ്പോ വലിയ കോലെല്ലാം കുറെ ആൾമാരെല്ലാം കോലെല്ലാം കൊടന്ന് റാസിട്ടിട്ട് അതിൽ തീ കത്തുവാട്ടിട്ട് അതിക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ഇട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ഇടണമെങ്കിൽ മുട്ട പോണ്ടേ. അപ്പൊ അത്രക്കും വലിയ തീരെ ഗുണ്ടി മുട്ട പോണക്കാവില്ല അത് രസക്കേക്ക് മേൽ പാരി പോണ്ട പക്ഷി പോലെ കരഞ്ഞു കീഴ്പോളും അത്ര ചൂടായിട്ട് അത്ര വലിയ തീയാക്കിടാൻ. അപ്പൊ ഒന്നിട്ട് ഇടണമെങ്കിൽ പോണ്ടേ അവിടെ ആയിട്ടിക്കട് എന്താക്കടേ തൊറ്റ് വില്ലും ചെന്നെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പാർവാട്ടാൻ ഒരു ഐഡിയ അങ്ങനെ ആയിട്ടിക്കട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ അത് കിട്ടെ. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ തീക്കിടുമ്പോൾ എല്ലാ വസ്തുക്കളും അള്ളാഹുടെ ചെന്നിട്ടുണ്ട്. എന്തിനെ മല മേഘങ്ങൾ അതുപോലെ പക്ഷികൾ എല്ലാം പടച്ചോനെ നിന്റെ അടിമനെ ഇഷ്ടപ്പെട്ട നിന്റെ ഖലീലിന്റെ അത് തീക്കിട്ട്
എല്ലാവരും ഒരു നിമിഷം എന്താക്കിയ അള്ളാഹുടെ ചൊന്നത് കുറച്ചോനെ ഞങ്ങൾ പോയിട്ട് ആ തീരെ പൊലിക്കട്ട കാത്ത് കേടുത്ത് മല തന്നി കേടുത്ത് ഞങ്ങൾ അതൊരു ചൊരിഞ്ഞിട്ട് അപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാം കേട്ടേൻ കണ്ടേ നിങ്ങൾ സഹായാക്കോറും നിങ്ങൾ സഹായാക്കോ അള്ളാഹു അതിരട്ടി കൽപ്പന ചെയ്ത് മലക്ക് വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിട്ടേക്ക് എടുത്ത് അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെന്നത് ഹസ്ബി അള്ളാഹ് അള്ളാഹു താല മെയിൻറ്റ് അന്ന് എൻ്റെ അവസ്ഥ അള്ളാഹു വന്നില്ലേ അത്ര വലിയ തവക്കലായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അപ്പൊ നക്കൊന്നും നിങ്ങൾ സഹായം വേണ്ട അള്ളാഹ് നോക്കിയല്ല ഹസ്ബി അള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ തീക്കിട്ടലോട് കൂടെ അള്ളാഹു താലയുടെ കൽപ്പനയായിട്ട് യാനാറു കൂനി ബർദം വസലാമ തീയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് നല്ല ബർദും സലാമാണ് ബർദും ചെന്നെങ്കിൽ കോൾഡ് സലാമും ചെന്നെങ്കിൽ രക്ഷ ചെന്നെങ്കിൽ കോൾഡ് യാറായെങ്കിൽ മനുഷ്യൻ മറുകെട്ടി പോകും അപ്പൊ അങ്ങനത്തെ കോൾഡ് ആവുക തീര രക്ഷയായിട്ടുള്ള കോൾഡ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് തീ എന്താ ഇല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ കയ്യും കാലും കെട്ടിയ ബല്ലിക്ക് കരഞ്ഞു പോയിട്ട് എന്നല്ലാണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഒരു മുടി പോലും കരഞ്ഞില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഒരു മുടി പോലും കരഞ്ഞില്ല ഇങ്ങനെ എത്തരത്തിലുള്ള പത്തി നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു കുർസ് വെച്ച് ദച്ച പോലെ എനിക്ക് കണ്ട് എതിരിൽ ഒരാൾ ദച്ചതും കണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ആറാമായിട്ട് ദച്ചിട്ട് കണ്ട് തൊട്ടിട്ടില്ല തീ കരിക്കണമെങ്കിൽ തീ അള്ളാഹുടെ സൃഷ്ടിയായിട്ടിക്കട് അത് ശക്തി കൊടുക്കട അള്ളാഹു ആയിട്ടിക്കട് അതിനെ വേണ്ടതുപോലെ ആക്കട അള്ളാഹു ആയിട്ടിക്കട് അള്ളാഹുടെ കൽപ്പനയായിട്ടിക്കട് തീരോട്ട് പോകും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അപ്പോ മേലിന്റെ ഇങ്ങനെ ദൂരത്തുനിന്ന് കേക്കടെ ഒന്ന് എവിടെ എണിച്ച് പറമോ പറല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എണീച്ചിട്ട് വന്നത് അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്തായില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഒരു തീ തെല്ല് തൊട്ടില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഈ ഒരു മോചിതത്ത് കണ്ട് കുറേ ആൾമാർ വിശ്വസിച്ചത് യാറത്ത് ആൾമാർ വിശ്വസിച്ചില്ല പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിശ്വസിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ കൂടെയുള്ള ആളുമാരെയും കൂട്ടിയോട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആറായ പൊട്ടു ബാബിലോന്റെ ഹറാണ് കയറ്റിക്കത് പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആറായ അതാ ഹിജറ പോണ്ട് അങ്ങനെ നബി മക്ക പൊട്ടു മദീനത്തേക്ക് ഹിജറ പോയില്ലേ അങ്ങനെ ഹിജറ പോണ്ട് എവിടെ ബാബിലോൺ പൊട്ടിട്ടു കൂടെ ഒട്ടിയാറുണ്ട് സാറാ ബീവി ഉണ്ട് പിന്നെ സഹോദരൻ്റെ എല്ലാം മൂത്തോൻ്റെ മോൻ ലൂത്ത് നബി അലൈഹി സ്വലാം ഉണ്ട് അങ്ങനെ മൈലുകൾ താണ്ടി അങ്ങനത്തെ ഹറാണ് എത്തിയത് അവിടെയുള്ള മുശ്രിക്കുകളായിട്ടിക്കട് അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെയും ഇസ്ലാം ക്ഷണിച്ചിട്ട് പിന്നെ അവിടെ ചൊമ്മ നിൽക്കുകയില്ല പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഷാമുക്ക് പോയിത്തു അവിടെ അങ്ങനെ ഇസ്ലാം ദീന് വിളിച്ച് അവിടെ ഇതാക്കി അവിടെ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഷാമ് കയറ്റി കിടപ്പുണ്ട് ഫലസ്തീനിൽ പിന്നെ അവിടെ എന്തും തിന്നോ കിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടാകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫലസ്തീൻ്റെ പിന്നെ ഈജിപ്തിൽ കൊണ്ടു ഈജിപ്തിൽ പോയിട്ടാകുമ്പോഴത്തേക്ക് ഒരു പരീക്ഷണ ആർക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ഒരു കഷ്ടം അനുഭവിക്കേണ്ടി വന്നത് അവിടെ ഒരു രാജാവ് ആ രാജാവ് അവനക്ക് ഏത് ഭംഗിയുള്ള ചന്തത്തെ പെണ്ണ് കണ്ടെങ്കിലും അവനക്ക് വേണം അങ്ങനെ ആയിട്ടിക്കടെ ഇബ്രാഹിം നബിയും സാറാബീവിയും ഈജിപ്തിൽ എത്തിയപ്പോൾ സാറാബി നല്ല സുന്ദരിയായ പെണ്ണുങ്ങളായിട്ടിക്കടെ അപ്പോൾ അവിടുത്തെ ഭടന്മാർ രാജാവിടെ എത്തി ചെന്നാറ് നല്ല രാത്രിയാറോ പുതിയ ആൾമാർ വന്നിടാറ് ആ പെണ്ണുങ്ങൾ ഭയങ്കര ചന്ത വിളിച്ച പയർ പോകുമ്പത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉദു എടുത്ത് നിസ്കരിക്കുന്നുണ്ട് അള്ളാഹുടെ മേലെ ഭയങ്കര തവക്കലാണ് പിന്നെ സാറാബിയിൽ വിളിച്ചത് അപ്പൊ സാറാബിയുടെ വിളിച്ചു പോയിട്ട് അവിടെ രാജാവിടെ മുട്ട ഹാജരാക്കി സാറാബിയും ഉദു ചെയ്ത് നിസ്കരിച്ചിട്ട് അപ്പൊ രാജാവ് പിടിക്കുക മുട്ട വന്നപ്പോ സാറാബിയുടെ മുട്ടത്തമ്പത്ത് ഓൻ്റെ ആൾക്ക് പിടിച്ച് ഞെക്കിയ പോലെ അവിടെ ഓനക്ക് എന്താക്കാവില്ലേ ഓനക്ക് പലക്കരയാക്കാവില്ലേ കൈക്കാലും നീങ്ങല്ലേ എന്താവില്ലേ സാറാ ബീവി റളിയല്ലാഹുവിനെ താന്ന് കേന്നിട്ടോന് മാപ്പ് കേട്ട മാപ്പ് കൊടുത്തിട്ടാകുമ്പോൾ സമയ രണ്ടാമതും മൂന്നാമതും അതേപോലെ ആക്കിയിട്ടാകുമ്പോൾ പിന്നെ ഓണ് മുട്ട പോയില്ല അപ്പൊ പോലീസിനെ വിളിച്ചത് നിങ്ങൾ മനുഷ്യരെ കൊന്നിരേമ കൊടന്നിരേമ ഇന്ന് ആരെ നീ കൊടന്നിരേ ആ പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് എവിടെ കൊടന്നിര അവിടെ ആക്കോറും സാറാബിയുടെ മാത്രമല്ല പോകുമ്പോഴത്തത് എന്താക്കിയെന്ന് നൈമകൊരു ഗിഫ്റ്റും കൂടി കൊടുത്തത് അവിടെ ഈ രാജാവുടെ മുട്ട അടിമയായിട്ടിരുന്ന ഹാജാറൻ ചൊല്ലൊരു പെണ്ണുങ്ങളെ ഈ മകു കൊടുത്തു അങ്ങനെ സാറാ ബീവി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ മുട്ട കൊടുത്തു നോക്കുമ്പോൾ ഒരു അടിമയുണ്ട്
ആറ് ഹാജറും ചൊല്ല പെണ്ണിങ്ങ അയിമ ഈജിപ്ത് റായത്തേമായിട്ടിരിക്കുന്നത് അമ്മ ഈജിപ്തിലെ മൈമ. അപ്പൊ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താക്കിയത് സാറാബിയിലെയും കൂട്ടിയോണ്ട് ഈ ഗിഫ്റ്റ് കിട്ടിയ അടിമ പെണ്ണുങ്ങളെയും കൂട്ടിയോണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജന്നാമത് ഫലസ്തീനിക്ക് പണ്ട്. അവിടെ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫലസ്തീനിലായി. പിന്നെ കുറെ വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ സാറാ ബീവി എന്താക്കുന്നത് അയിമയുടെ അടിമ പെണ്ണുങ്ങളല്ലേ ഈ ഹാജറ ബീവി. അപ്പൊ ഹാജറ ബീവി റളിയല്ലാഹുവിന്റെ ഹാജർ ബീവിയുടെ ഇബ്രാഹിം നബിക്ക് കൊടുക്കും എൻ്റെ അടിമ പെണ്ണ് അല്ലെങ്കിൽ കട്ട് തന്നിട്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അയിമയുടെ പെഞ്ഞായി സ്വീകരിക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ രണ്ട് പെഞ്ഞായി, ഒന്ന് സാറാ ബീവി ഫസ്റ്റ് പെഞ്ഞായി, രണ്ടാമത് ഈ അടിമ പെണ്ണുകളെ നിക്കാഹായി പെഞ്ഞായി സ്വീകരിച്ചത് ഹാജർ റളിയല്ലാഹു അൻഹ. അങ്ങനെ രണ്ട് പെഞ്ഞായിട്ടിരിക്കുന്നത്. ഈ രണ്ട് പെഞ്ഞായിമാരിലൂടെ കൂടെ വേറെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നെ മഞ്ഞളായതും എന്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക ഈ ഹാജർ എന്ന പെണ്ണുങ്ങളിൽ നിന്നും കറുപ്പും ചൈത്തൂറിക്കിട വൈത്തു. സാറാ ബീവിയിൽ നിന്ന് മക്കൾ ഉണ്ടായിട്ടില്ല. വയസ്സവിടത്തോ 90 വർഷം കല്ലെടുത്തോളം സാറാ ബീവിക്ക് മക്കളില്ല, വയസ്സായി. പിന്നെ ആയിട്ടിക്കട അള്ളാഹു താല സാറാ ബീവിക്ക് മോന്റെ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് കൂടെ കറുപ്പും ചവിടത് ഹാജർ റളിയല്ലാഹുനായിട്ടിക്കട്. അതിൽ നിന്നായിട്ടിക്കട് ഇസ്മായിൽ എന്ന കിടാവുണ്ടവിടെ. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാം പിന്നെ മക്കത്തേക്ക് വസിക്കിടതും ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽ ഞങ്ങളെ നബി വന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ അതിൽ പിന്നെ കുറെ വർഷം കഴിഞ്ഞാൽ പിന്നെ ആയിട്ട് ആറ് സാറാ ബീവി പേര്. സാറാ ബീവി അതിൽ പിന്നെ പേര്. അങ്ങനെ സാറാ ബീവിക്ക് എന്തായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് 99 വയസ്സ് പ്രായമായപ്പോയിട്ട് അള്ളാഹു താല മക്കളെ നൽകാൻ ദ്വാരക്കട. അങ്ങനെ ആയിട്ട് ഇസ്മായിൽ എന്ന കിടാവ് ജനിച്ചത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ജനിച്ച് 14 വർഷം കഴിഞ്ഞാൽ പിന്നെ ആയിട്ട് സാറാ ബീവി കർത്തും ചവിടെ. ആ സാറാ ബീവിൽ നിന്നായിട്ട് ഇസ്ഹാഖ് നബിക്കിലെ. അങ്ങനെ രണ്ട് നബിമാർ, ഒന്ന് ഇസ്മായിൽ നബി, ഒന്ന് ഇസ്ഹാഖ് നബി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഈ രണ്ട് മക്കളും നബിയായത് എന്നാ. അതിൽ ഇസ്ഹാഖ് നബിയുടെ മോനായിട്ട് യാക്കൂബ് നബി, യാക്കൂബ് നബിയുടെ മോനായിട്ട് യൂസുഫ് നബി. ആ പാരമ്പര്യത്തിൽ കുറെ നബിമാർ വന്നിട്ടത്. ഈ ഒരു മോനിലൂടെ കൂടി ഒരു നബി മാത്രമേ വന്നത്, അത് സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നെന്താക്കട ഹാജറ ബീവിയുടെ വിളിച്ച വന്നിട്ട് മക്കത്തിലാക്കട് അള്ളാഹുടെ കൽപ്പനയായിട്ടിക്കട് ഇങ്ങനെ പിന്നെ ഹാജറ ബീവിനെയും മോൻ ഇസ്മായിൽ നബിയുടെ അത് ചെറിയ ഇസ്മായിൽ നബി അലൈഹി സ്വലാം കൊണ്ടേ മക്കത്തിലാക്കണം, ആറും ഇല്ലാത്ത പ്രദേശത്ത്. അങ്ങനെ വണ്ടയുടെ മേലെ ദൈപ്പാട്ടിട്ട് ഫലസ്തീനിൽ നിന്നും ഇണ്ടത്തെ മക്ക ചൊല്ല റായത്തേക്ക് വണ്ട്. മക്കത്തിൽ 6 ആൾമാരില്ലാണ്ട്, 6 ആൾമാരില്ല, ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു പ്രദേശത്തായിട്ട് നൂഹ് നബി അലൈഹി സ്വലാമിയുടെ കാലത്ത് തൂഫാൻ വന്നിട്ടാകുമ്പോൾ ഇടീ റായെല്ലാം മുങ്ങിപ്പോയില്ലേ. അതിൽ പിന്നത്തെ രണ്ടാമതൊരു ആൾമാർ ഭൂമിയിൽ വ്യാപകം അവിടെ അല്ലേ. അതിൽ പിന്നെ അത് ഹൂദ് നബി അലൈഹി സ്വലാമുടെ സമൂഹം, സ്വാലിഹ് നബി അലൈഹി സ്വലാമുടെ സമൂഹത്തെ ചരിത്രങ്ങൾ അങ്ങനെ ചൊന്നല്ലേ. അങ്ങനെ കുറെ സമൂഹം അങ്ങനെ അള്ളാഹുടെ ശിക്ഷ വന്ന് നശിച്ചില്ലേ. പിന്നെ ഈ തൂഫാൻ വന്ന കാലഘട്ടത്തിൽ ഈ കഅബയും പരിസരത്തിൽ എന്തായിട്ട് കഅബത്തെ ചില ഭാഗങ്ങളൊക്കെ പോയിട്ട് അവിടെ അടിത്തറ മാത്രമേ ഇന്നേ. അപ്പൊ ആ മക്ക ചൊല്ല് പ്രദേശത്ത് കൊണ്ട് ആക്കോനുണ്ടായിട്ട് ഇവിടെ അള്ളാഹുടെ കൽപ്പന. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ കൂട്ടിയോണ്ട് അവിടെ ബന്ത് മക്കത്തിലാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു പോകണം. എവിടെ വേണ്ടേ? ഫലസ്തീനിൽ പോണ്ടേ. അത് സാറാ ബീവി അവിടെ അല്ലേ. അപ്പൊ തിരിച്ചു പോകുമ്പോ ഹാജർ ഉമ്മക്ക് ഞങ്ങളിവിടെ വിട്ടുപോണ്ടേ, മാറുമില്ലാത്ത രായത്ത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒന്നും ചൊല്ലൂല്ലേ. പിന്നെ തെല്ല് പോയിട്ടാകുമ്പോ പിന്നെയും ഹാജർ ബീവി കറവത്തെ പോയി കേക്കിട്. മൂന്നാമതായിട്ട് അള്ളാഹു അമറക ബിഹാദ, ഉടൻ അങ്ങനെ ആക്കി പോകുന്നുണ്ട് അള്ളാഹുടെ കൽപ്പനമാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെന്ത് അതെ. അപ്പൊ ഹാജർ ബീവി റളിയല്ലാഹു ചെന്ത് അങ്ങനെയെങ്കിൽ അള്ളാഹ് നോക്കിയോളൂ. എന്തൊരു തവക്കുലായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ തവക്കുൽ, ഹാജർ റളിയല്ലാഹുവിന്റെ തവക്കുൽ. ആ തവക്കുലിന്റെ കാരണം കൊണ്ടല്ലേ ഇന്നും ഹാജർ റളിയല്ലാഹുവിന്റെ ലോകത്ത് സ്മരിച്ചോണ്ടല്ലേ. എത്രയോ ആയിരക്കണക്കിന് വർഷத்துக்கு മുന്നാലല്ലത്. അപ്പൊ ഹാജർ റളിയല്ലാഹു അൻഹ അവിടെ എന്താക്കിത്ത് എന്നാ അള്ളാഹ് നോക്കിയോളൂ. ഇപ്പൊ ഇങ്ങ പറമ്പത്ത് കൊടന്നത് ഒരു ബട്ടിയിൽ കാരക്കയും ഈത്തപ്പല തിന്നോ, പിന്നെ ഒരു പാത്രത്തിൽ തന്നെ. ഇത് വിട്ടെങ്കിൽ വേറെ എന്തോ ഇല്ലെങ്കിൽ ഒട്ടു. പരിസരത്ത് അങ്കടിയോ ഒരു സാമനോ ഒരു കൃഷിയോ എന്തെങ്കിലും ഉണ്ടാ, മക്കത്തിൽ എന്തെങ്കിലും ഉണ്ടാവിട. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദ്വാരത്ത് മനുഷ്യന്മാരെ കൽബർ കൂടെ കാക്കണം, എല്ലാ ഫലവസ്തുക്കളുടെ എത്തുവാട്ടണം, ഉടൽ നിന്ന് ഒരു റസൂലിന്റെ കടത്തണം. റബ്ബന വബഅത്ത് ഫീഹിം റസൂല,
ഈ റായത്തിൽ ഒരു റസൂൽ പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദ്വാരത്ത് നമുക്ക് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ചൊല്ലുമ്പോൾ ആ ബാക്കി ഭാഗം ചൊല്ലാം. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇടപെടെ എന്തായിക്കോട്ടെ ഇവിടേക്ക് വന്നുകൊണ്ടും പോയോണ്ടല്ല എനിക്ക് അങ്ങനെ ആ കാലഘട്ടത്തായിട്ട് പിന്നെ അവർക്ക് വന്നപ്പോൾ അള്ളാഹുടെ കൽപ്പന കഅബ കെട്ടണം. അങ്ങനെ ആയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ കെട്ടുക. കൂടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഉണ്ട്. പിന്നെ ഈ മക്കത്തിൽ ജനവാസം ഉണ്ടായിരുന്നു. ജനവാസം എന്നെങ്കിൽ യമനിൽ നിന്നുള്ള ഒരു അറബി ഗോത്ര അഞ്ഞ പോണ്ടങ്ങാം അങ്ങനെ എന്താക്കിയാറ് ഇവിടെ സംസം തന്നെയുണ്ടായ സംഭവങ്ങളുണ്ട്. ഇൻഷാല്ലാ അത് ഇസ്മായിൽ നബിയുടെ ചരിത്രം ചൊല്ലുമ്പോൾ നമുക്ക് ചൊല്ലാം. അപ്പോൾ അങ്ങനെ എന്താക്കിയാറ് അവിടെ മക്കത്തിൽ വന്ന് താമസക്കിടറും. അതിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാം അറബി പഠിക്കരുത്. ഇസ്മായിൽ നബി അറബി അല്ല, ഇസ്മായിൽ നബിയുടെ ഉമ്മ ആജറബി ഈജിപ്തിരൈമ. അപ്പോൾ ഈജിപ്തിലെ ആ ഭാഷയായിട്ട് ജം ചൊല്ലുന്നത്. നീ അടങ്ങ് ചൊല്ലുന്ന ഈ തന്നി സംസം തന്നെ ഇങ്ങനെ പൊട്ടി വന്നിട്ടാകുമ്പോൾ ആജർ റളിയല്ലാഹു ചൊല്ലുന്നതായിട്ട് എന്താ നില്ല് ഒരിയൊക്കെ പറന്നു പോകണ്ട. മിതൈമ ബുട്ടനെങ്കിൽ അത് വലിയ പൊലയായി ഒലിക്കൊണ്ടിരിക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങച്ച്. അങ്ങനെ അതല്ല. അപ്പൊ ഈ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ അറബി അല്ല, ഇമ ഈജിപ്തിരൈമ. ഈ വന്ന യമനിൽ നിന്ന് വന്നിട്ട് ഇവിടെ താമസമാക്കിയ കുടുംബം ഉണ്ടല്ലേ, പിന്നെ 2 ഫാമിലി അവിടേക്ക് വന്നത്. അങ്ങ് മക്കത്തിൽ വസിച്ചാൽ അന്നിൽ നിന്നും ഇസ്മായിൽ നബി അലൈഹി സ്വലാം അറബി പഠിച്ചിട്ട് അങ്ങളിൽ നിന്നൊരു പെണ്ണിടെ മങ്ങിലായിട്ട് അങ്ങനെ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിക്ക് അവിടെ സന്തതി ഉണ്ടായിട്ട് പിന്നെ ഈ വന്ന ഫാമിലി ഉണ്ടപ്പെട്ടു പോയിട്ടാണ്. പിന്നെ അവിടെ ഇന്നത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിയുടെ സന്താന പരമ്പരയായിട്ട് വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താക്കിട്ട് പോണ്ട് പണ്ട് എവിടേക്ക് മക്കത്ത് ഇടപെടലെല്ലാം വന്നോണ്ട് പോയിട്ടിട്ട്. കാരണം എത്രയോ കിലോമീറ്റർ ദൂരമായിട്ടിട്ട് ഫലസ്തീനില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താക്കിട്ട് അവർക്ക് വന്നപ്പോൾ അള്ളാഹുടെ കൽപ്പനയായിട്ടിട്ട് അവർക്ക് മോൻ്റെ അർക്കൊന്നും ചെന്നൊരു കൽപ്പനയുണ്ട്, പിന്നെ കഅബ കെട്ടൊന്നും ചൊല്ല കൽപ്പന. അപ്പൊ ഈ കഅബ കെട്ടുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കെട്ടു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ ഫസ്റ്റ് കെട്ടറല്ല, ഭൂമിയുടെ സൃഷ്ടിക്കിലേക്ക് മുന്നൽ തന്നെ ഈ കഅബ നിൽക്കുന്ന പ്ലേസിൽ പ്രത്യേക രീതിയിൽ എന്തരമോ എന്ത് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതുണ്ട്. അതിൽ പിന്നെ അവിടെ ഭൂമി അള്ളാഹു താല സൃഷ്ടിച്ചിട്ടാകുമ്പോൾ ആദം നബി അലൈഹി സ്വലാം വന്ന് കഅബ തവാഫാക്കിയിട്ട് ഹജ്ജ് ചെയ്തത്. അപ്പൊ ആ കഅബത്ത് ആദം നബി അലൈഹി സ്വലാം കെട്ടിയത്. അതിൽ പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമിയുടെ കാലത്ത് തൂഫാൻ വന്നപ്പോ ഇത് പൊളിഞ്ഞു പോയിട്ട് അതിന്റെ ഫൗണ്ടേഷൻ മാത്രം ബാക്കിന്നെ അതിലെ 2ാമതായിട്ട് കെട്ടിട്ട് പുനർനിർമ്മാണമായിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആക്കി. ഒരാൾ മറിയാൻ ഇബ്രാഹിം നബി അല്ലേ കഅബ കെട്ടിയില്ലേ, പിന്നെ ആദം നബി ഹജ്ജാക്കിലും ചെന്നെങ്കിൽ അങ്ങനെയുണ്ട്. കഅബ തുടക്കത്തിൽ തന്നെ ഉണ്ട്. അതിലെ റൂപ്പും ബിൽഡിംഗ് ഒക്കെ എന്തായിട്ട് പിൽക്കാലത്ത് പിന്നെ കെട്ടി. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കെട്ടി അതേ കെട്ടല്ല ഉള്ളേ. അതിൽ പിന്നെ അത് 2ാമത് കഅബ വീക്കായിട്ടാകുമ്പോൾ പൊലിയൊക്കെ ആകുമ്പോൾ പൊളിച്ച് കെട്ടിയതുണ്ട്. അങ്ങനെ നബിക്ക് 35 വർഷം ആകുമ്പോൾ കഅബ പൊളിച്ച് കെട്ടിയിടും. അതിൽ പിന്നെ നബിയുടെ വഫാത്തിൽ പിന്നെ എന്താക്കിയത് അബ്ദുല്ലാ ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ കാലത്ത് കഅബ തൊട്ട് കെട്ടിയത്. പിന്നൊക്കെ അതിലെ ഈ അബ്ദുല്ലാ ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ ഒട്ടിക്ക് അർസത്തിൽ ഹജ്ജാജ് എന്ന മനുഷ്യൻ എന്താക്കിയത് 2ാമത് കെട്ടിയത്. ചെന്നെങ്കിൽ അബ്ദുല്ലാ ഇബ്നു സുബൈർ റളിയല്ലാഹുവിനെ കെട്ടിയിട്ടാണെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കെട്ടിയതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ കെട്ടിയിട്ട് ഒരു മനുഷ്യരുടെ ഇപ്പത്തെ കഅബനങ്ങ എങ്ങനെ എത്രത്തിലായിട്ടിക്കട് എത്ര ചെന്നെങ്കിൽ ഒരു മനുഷ്യൻ കൈ പൊക്കട് എത്രത്തിലായിട്ടിക്കട് കഅബത്തെ അടിയില്ലത്. ഈ കഅബത്ത് 100 ഉണ്ടെങ്കിൽ 10 ഉണ്ടെങ്കിൽ അതിലെ ഡോർ അവിടെ എത്തണം, ഞങ്ങൾക്ക് സ്റ്റെപ്പ് വെച്ചിട്ട് മേല് 10 അത്ര എത്തരത്തുള്ളൂ. അതേ ബായിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കെട്ടിയതോ നെൽത്തുക്ക് സമാനമായിട്ടായിട്ട് കെട്ടിട്ടിന്നെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം 2 ബായിൽ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തൊരു ബായിൽ ഓപ്പോസിറ്റ് പുറത്ത് വേറൊരു ബായിൽ. ഇത് കുറേശ്ശിങ് ആയിട്ട് കെട്ടുമ്പത്തി എന്താക്കിയത് ഇതിനെ പടി എത്ര ആക്കിയത് ആർക്കും കഅബത്ത് എല്ലാവരും പോണെങ്കില്ല. ഞങ്ങ അങ്ങ് ഉദ്ദേശിച്ച ആൾമാർ മാത്രം അത് കേണി വെച്ചിട്ട് 10 പോലത്തെ വ്യവസ്ഥ എല്ലാം ആക്കി അത് ഈ കുറേശ്ശിങ് ആയിട്ട് ഇത് നബി തങ്ങ ചൊന്നിട്ടിരുന്നത്. അപ്പൊ ഈ വിഷയം കിട്ടിയിട്ടാകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കഅബത്തെ പൊളിച്ചിട്ട് എന്താക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കെട്ടിയതുപോലെ കെട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കെട്ടിയതുപോലെ 2 ബായിൽ വെച്ച് നിലത്തേക്ക് സമാനാക്കിയിട്ട് കെട്ടിട്ടുണ്ട്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുടെ ഹജ്ജാജായിട്ട് കൊല്ലുടെ. അത് ഭരണകാലത്ത് പിന്നെ ആയ പ്രശ്നങ്ങളല്ല. ഈ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുടെ അർസത്തില് ഈ ഹജ്ജാജ് എന്താക്കണമെന്നുണ്ട് കഅബത്തെ 2ാമത് പൊളിച്ചിട്ട് കുറേശ്ശിങ് കെട്ടിയതുപോലെ കെട്ടി. ഇപ്പൊ ഇന്ത്യ ഈ കാണ്ട കോലത്തിൽ
പിന്നെ വന്ന് കുറെ ആദ്യം നല്ല നല്ല ഭരണാധികാരികളിൽ നിന്നത് അങ്ങനെ അതേപോലെ പൊലിച്ച് കെട്ടട്ടാൻ കേട്ടേക്ക് ആദ്യം ഇങ്ങേക്ക് ഫത്ത് കൊടുത്തത് വേണ്ട അത് ഇന്നതുപോലെ ഇക്കട്ട് അത് ഓർത്ത പൊലിക്കലേ പിന്നോർത്തതിൽ അങ്ങനെ ആക്കടെ ഇങ്ങനെ ആക്കടെ അതേ ഒരു ഇതായും പോകും. അതുകൊണ്ട് അത് ചെയ്യണ്ട എന്ന് എൻ്റെ താലിമീങ്ങൾ ചൊന്നത് കൊണ്ടായിട്ടിട്ട് അതങ്ങനെ ഇന്ത്യ ഈ കാണ്ട രീതിയിലുള്ള. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാബ കെട്ടിത്ത് എന്നുള്ളത് കാബ പുനർനിർമ്മാണമായിട്ടിട്ട് തുടങ്ങിയതല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാബ കെട്ടു, ഇസ്മായിൽ നബി അലൈഹി സ്വലാം അതൊക്കെ ഹെൽപ്പാക്കിട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നെ അവിടെ ഫലസ്തീനിലായിട്ടിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇക്കല് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ സഹോദരൻ മഹാനായ ലൂത്ത് നബി, സഹോദരന്റെ മോനും മൂത്തോന്റെ ഇളവന്റെ മോനും ലൂത്ത് നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഒട്ടിಗೆ ಸೇರಿಯಾಲಾയിട്ട് ఇక్కడ ഹറാനിൽ ഇവിടെ ബാബിലോണിൽ അയാളും നബിയാവും. അത് ನಾನು പഠിച്ചൊന്നല്ലേ അത് ഇസ്മായിൽ നബി മക്കത്തിലെ നബിയാവുള്ളൂ. പിന്നെ ഇസ്മായിൽ നബി ഇസ്ഹാഖ് നബി നബിയാവുള്ളൂ. ലൂത്ത് നബിയും നബിയാവുള്ളൂ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ആയത്ത് കാലത്ത്. അവ ഇസ്ഹാഖ് നബിയുടെ മോനായിട്ട് യാക്കൂബ് നബിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ആയത്ത് കാലത്തെ നബിയാവുള്ളൂ കണ്ടു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാലായിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുടെ ദീനക്ക് പേനായിട്ട് എത്ര റായത്ത് കയറ്റിക്കിട്ട് ഹിജറ പോയെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ അള്ളാഹു തആല ചൊല്ലുക കദാലിക നുഹി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദ്, ആകാശ ഭൂമിയുടെ മലക്കൂത്തല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാട്ടിക്കൊടുത്തത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവർക്ക് അള്ളാഹുടെ ടിക്കറ്റ് പടച്ചവനെ മരിച്ചങ്ങളെ എങ്ങനെ ഹയാത്താക്കിടെ ഒന്ന് കാട്ടിത്തറന്നെനക്ക്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുടെ കേട്ടത് ചൊല്ലത് വൈദ് ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെന്നപ്പോൾ റബ്ബി അരിനി കൈഫ തുഹിയിൽ മൗത, മരിച്ചങ്ങളെ എങ്ങനെ ഹയാത്താക്കടെ ഒന്ന് നിനക്ക് കാട്ടിത്തരണം. കാല അവലം തൂമിൻ, അപ്പം അള്ളാഹ് കേൾക്കടെ നിങ്ങൾ വിശ്വസിച്ചില്ലറല്ലേ. കാല ബല, അതേ വിശ്വസിച്ചില്ല. വലാക്കിൻ ലിയത്മഇന്ന ഖൽബി, എൻ്റെ കണ്ണാരെ കണ്ടിട്ടാകുമ്പോൾ അങ്ങനെ കണ്ടിട്ട് അത് കൽബുറന്ന് അടങ്ങുകയാണ്. അപ്പോൾ അള്ളാഹു തആല ചൊല്ല കാലദ ഫഖുദ് അർബഅത മിന ത്വയ്ർ, 4 വിഭാഗം പക്ഷിനെ പിടിക്കൂ. ഫസുർഹുന്നയിലേക്ക് അതിലൊക്കെ അറുത്ത് ഇറച്ചാക്കി അതിൽ ഒട്ടുപിടിക്കൂ. സുമ്മജൽ അല കുല്ലി ജബലി മിൻഹുന്ന ജുസ്അ, ഓരോ പർവ്വതത്തിലും അതിലെന്താക്കണം വെക്കണം. അപ്പം 4 പക്ഷികളെ അറുത്ത് ഇറച്ചാക്കി അതിനെ മിക്സാക്കിയിട്ട് അതിനെ 4 വേറെ വേറെ പർവ്വതത്തിൽ വെക്കണം. സുമ്മത് ഉന്ന, പിന്നെ ആ പക്ഷികളെ വിളിക്കുറും തീനക്ക സയ്യ, അതായത് ഓടി നിങ്ങളെ മുട്ട പാരിയത്ര. വഅലം അന്ന അല്ലാഹ അസീസുൻ ഹക്കീം, അല്ലാഹു തആല അസീസായിട്ടിക്കട ഹിക്മത്തുള്ളവനായിട്ടിക്കട എന്നറിയറും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4 വ്യത്യസ്ത സ്വഭാവമുള്ള പക്ഷിനെ പിടിച്ചിട്ട് അതിൽ കാക്കയുണ്ട്, നവിലുണ്ട്, കോലിയുണ്ട്, അങ്ങനെ പിടിച്ചിട്ട് അതിനെ അറുത്ത് അതിനെ ഇറച്ചാക്കി മിക്സാക്കിയിട്ട് പല പല ഭാഗങ്ങൾ വെച്ചിട്ട് കാക്കയുടെ ബിരിക്കുമ്പോഴത്തും ഔഡ് ഇറച്ചി സുയ്യെല്ലാം ഒട്ടായി പാരി ಬಂತು. തല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ മുട്ടുണ്ടു. അപ്പോൾ കാക്കയുടെ ബിലിച്ചിട്ടാകുമ്പോൾ കാക്കയുടെ ഇറച്ചി ഇതെല്ലാം ഔഡ് സുയ്യെല്ലാം ಸೇರಿ ഒട്ടായിട്ട് വന്നിട്ടാകുമ്പോൾ ಅದಕ್ಕೆ നബിലിയുടെ തല വെച്ചെങ്കിൽ അത് സ്വീകരിക്കില്ല, കാക്കയുടെ തല വെച്ചെങ്കിലേ സ്വീകരിക്കില്ലേ. അങ്ങനെ ഓരോ പക്ഷിയും വിളിച്ചിട്ടാകുമ്പോൾ ഔഡ് ഇറച്ചിയും സുയ്യും തോറും എല്ലാം ഒട്ടായിട്ട് പാരിട്ട് എന്താ അവിടെ ബണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് അതിരെ തല മാത്രം അത് സ്വീകരിക്കില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലാഹു തആല കണ്ണാരെ കാട്ടിക്കൊടുത്ത ഒന്നായിട്ടിക്കണത്. അത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല ചൊന്ന സംഭവം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുമായിട്ട് അത്ര അടുപ്പാണ്, അള്ളാഹുടെ അടുപ്പ്. അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അള്ളാഹു തആല മോൻ്റെ അർക്കൂബൻ അയച്ചു വന്നിട്ടാകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞൊന്നും നോക്കില്ലല്ലോ, ആ കാര്യത്തിൽ മുതിർന്നില്ലേ. അപ്പോൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അറുക്കണ്ടാച്ചിരുന്ന അള്ളാഹു തആല ಅದಕ್ಕೆ ಬದಲಾಯಿಟ್ಟು അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഉളുഹിയത്ത് എന്നുള്ളൊരു കർമ്മത്തെ നിങ്ങൾ വലിയ പറഞ്ഞാൽ അപ്പോൾ ഉളുഹിയത്ത് കൊടുക്കുക. അപ്പോൾ അതിലെ ബദലായിട്ടിട്ട് അള്ളാഹു തആല ഒരു ആട് കൊടുക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മോൻ ഇസ്മായിൽ നബിയും കുട്ടിയോട് കൊണ്ട് അറുക്കുമ്പനായി കിടത്തറ് കത്തി വെക്കുമ്പോൾ ആയിട്ടിട്ട് അള്ളാഹുടെ കൽപ്പന ഇബ്രാഹിം അത് സദ്ദഖ്ത റുയ, ഞാൻ വറക്കൽ അള്ളാഹു കിനാവിലോട് കാട്ടിക്കൊടുത്തേറ്റിക്കട് നിങ്ങളൊരു നേർച്ച ബാക്കിയുണ്ട് ചെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമ മക്ക ഇല്ലാണ്ടാകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചൊന്നിട്ടുണ്ട് നക്കൊരു കിടാവ് തന്നേൻ കണ്ടെങ്കിൽ നീ അറക്കണം ചൊന്നെങ്കിൽ ഞാൻ അറക്കാൻ തേണ്ട അതായിട്ടിക്കടെ അള്ളാഹു താല വറക്കലോട് കൂടെ കാട്ടിക്കൊടുക്കടേ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അമ്പിയാക്കന്മാരെ കിനാവ് വെറുതെ അല്ല നേരായിട്ടിക്കട്. അപ്പോൾ മോൻ്റെ അർക്കോബേനായിട്ട് കുട്ടിയും പോണ്ടേ. അപ്പോൾ മോനും അത് സമ്മതിക്കട്.
മോന് അത് സമ്മതിക്കരുത് ബാപ്പ, നാനെന്ത് പൊരുതി കേട്ടില്ല, അല്ല കൽപ്പിച്ച ചെയ്യൊരു ബാപ്പ എന്ന് മോന് അത് ബാപ്പടേക്കാരും മുന്നിലായിട്ട്. അപ്പൊ ആയിട്ടിക്കട് അള്ളാഹു താല ഈ അറക്കൂബേനായി കത്തി വെക്കുമ്പോ ആയിട്ടിക്കട് ഒരു കല്ല് ഇടി സൽസലായിട്ട് ആകാശത്തുള്ള മലക്കുങ്ങളും ഭൂമിയിലും എല്ലാം. അപ്പൊ ആയിട്ടിക്കട് അള്ളാഹു താലയുടെ കൽപ്പന അത് നിങ്ങൾ എൻ്റെ കൽപ്പനക്ക് മുതിർന്നിടല്ലേ മെയ് അറക്കണ്ട. അവിടെ ആയിട്ടിക്കട് ജിബ്രീൽ അലൈഹി സ്വലാം ഒരു ആടുമായിട്ട് അവിടെ വണ്ടി. ആ ആടായിട്ടിക്കട് നല്ല ഗദ്ദപ്പും പുഷ്ടിയുള്ള ഒരു ആട്. അതിലെ ഉളുഹിയത്തായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുക്കട്. അതായിട്ടിക്കടെ ഇന്ത് ഉളുഹിയത്ത് അറുക്കട എന്നുള്ള ഒരു സുന്നത്ത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചെരിയയിൽ വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ നബിയായിട്ട് ഏറ്റവും ബന്ധമുള്ള നബിയായിട്ട് ഇക്കടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. കമാ സല്ലൈത അലാ ഇബ്രാഹിം അലാ ആലി ഇബ്രാഹിം അങ്ങനെ ചൊല്ലില്ലേ അല്ലെ. ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് നീന്ന് ബറക്കത്താക്കിയതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ കുടുംബത്തിന് വലിയ പദവി കൊടുത്തതുപോലെ ഞങ്ങളുടെ നബിയുടെ കുടുംബത്തും കൊടുക്കണമെന്ന് അത്തഹിയാത്തിൽ ചൊല്ലില്ലേ സലാത്ത് ഇബ്രാഹിമി ആ സലാത്തുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ പല കാര്യങ്ങളും സുന്നത്തായിട്ട് ലോകത്ത് അല്ലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ലോകത്ത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടാക്കിട്ട്. ഇന്ത്യപ്പ ക്രിസ്ത്യാനികളും ജൂതന്മാരും എല്ലാവരും ചൊല്ലിട്ട് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ടീമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ അംഗീകരിക്കുന്നത് ലോകത്തല്ല, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് അള്ള കൊടുത്തൊരു പദവിയായിട്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താക്കിയത് ആടിന്റെ അർത്ഥത്തിൽ ആ ആടാറ് ഇതായിട്ട് ഞങ്ങൾ ഒന്നാമത്തെ ചരിത്രം ഞങ്ങൾ ചൊന്ന ആദം നബി അലൈഹി സ്വലാമുടെ ചരിത്രം ചൊല്ലി അവിടെ ചൊന്നുന്ന ഹാബീലും കാബീലും കൂടി തർക്കായിട്ടാകുമ്പോൾ ആദം നബി അലൈഹി സ്വലാം ചെന്ന് കുർബാന വെക്കോറും. അപ്പൊ ആ വെച്ച കുർബാന ഏതായിട്ട് ഹാബീൽ വെച്ചത് ആട്, കാബീൽ വെച്ചത് ഇത് ബെടക്കായി പോയ കൃഷിയിലേറ്റിക്കണ്. അപ്പൊ ആകാശത്തിൽ നിന്ന് തീ വന്ന് കരിക്കലും ചെന്നല്ലേ, തീ വന്ന് കരിക്കലല്ല ഞങ്ങളെ കണ്ണ് അങ്ങനെ കാണ്ടേ അത് വയറ്റുകൊണ്ട് കൊണ്ടേറ്റിക്കല്. അതിൽ ആടായിട്ടിക്കട് വയറ്റുകൊണ്ട് പോയിട്ട് ദഹാബിന്റെ ആ ആടായിട്ടിക്കട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉളിയത്തായിട്ട് കൊടുത്തരേ. ഉളിയത്തർക്ക് ജിബ്രീൽ അലൈഹി സ്വലാം കൊടുത്തരേ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ഒരു സുന്നത്ത് എന്തായിരുന്നു. ഇതിപ്പോ ഹജ്ജിലുമായി സംബന്ധപ്പെട്ട അവിടെ മിനയിൽ കല്ലേറിയിടതും കഅബ തവാഫാക്കുമ്പോൾ ചില കർമ്മങ്ങളും അല്ലെ സഫാ മറുപടിയിൽ സൈ ചെയ്തതും അല്ലെ അത് അന്ത ആജറ ബീവി അവിടെ ഓടിയത് എന്നായിട്ടിക്കത് ചൊന്നല്ലേ. ഈത്തപ്പലം ഒരു ബട്ടിൽ ഈത്തപ്പലം കൊരിയ തന്നി മാത്രം ഇന്നേറ്റ് അത് തിന്നിട്ടാകുമ്പോൾ ആജറ ബീവി സഫാ പർവ്വതത്തിക്ക് പത്തിത്ത് എന്തെങ്കിലും തിന്നോക്കോ കുടിക്കോ കാണ്ടാണ്. അവിടെ കാണില്ല. അവിടെ ഇത് മറുവത്ത് കൂടിത്ത് അവിടെ പത്തി നോക്കി തപ്പറിപ്പറ അവിടെ എന്തും കാണില്ല. രണ്ടാമത് സഫത്ത് ബന്ത് വെപ്രാളത്തിൽ അപ്പുറം ഓടിറെ ഹൈറാനായിട്ട് അങ്ങനെ 7 വട്ടം ഓടിയത്. അതായിട്ട് ഇണ്ട് സൈ ചെയ്തേം ചൊല്ലത്, സൈയും ചൊല്ലത് അല്ലെ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ചെന്ന അങ്ങനത്തെ അള്ളാഹുടെ അപ്പുറം വലിയ തവക്കുലായിട്ടില്ല. ഞാൻ ഇപ്പൊ ഇസ്മായിൽ നബിയുടെയും ചെന്ന ആജറ ബീയുടെയും ചെന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും ചെന്ന അള്ള ചൊന്തോ തിരിഞ്ഞു മറിഞ്ഞ് നോക്കാണ്ട് പൂർണ്ണ മനസ്സോടു കൂടെ അങ്ങ് ചെയ്യേ എന്നുള്ളത് ഇപ്പൊ വലിയ തവക്കുൽ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്തായിട്ട് പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫലസ്തീനിലായിട്ടിക്കട് മരിക്കല്. കാരണം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം 200 വർഷത്തോളം ജീവിച്ചിരുന്നായിട്ടിക്കട്. ഹെബറൂനിലായിട്ടിക്കട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ മറമാടിയത്. യാറത്തെ ടൈം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഷാമും ഫലസ്തീനിലായിട്ടിക്കട് ജീവിച്ച് അവിടെ പോയി. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇടയ്ക്കിടയ്ക്ക് മക്കത്ത് വന്നുകൊണ്ടിരുന്നത്. പിന്നെ സാറാ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ മറമാടിയ സ്ഥലത്ത് തന്നെയായിട്ടിക്കട അഞ്ഞ മുട്ടത്തിലായിട്ടിക്കട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ മറമാടിയത്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ മറമാടുകളൊരു ഏരിയ ഒരു ജാഗയുണ്ട്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എടുത്തതായിട്ട് അവിടെ ആയിട്ടിക്കട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ മറമാടിയത്. അപ്പോൾ അള്ളാഹുമായിട്ടുള്ള അല്ലെ അള്ളാഹു താല സ്പെഷ്യൽ ഖലീലുല്ലാ എന്ന് പേര് കൊടുത്ത നബിയായിട്ടിക്കട് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇൻഷാ അല്ലാഹ് ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ മക്കളായിട്ടിക്കട് പിന്നുള്ള നബിമാരായിട്ടുള്ളത് അത് ഓരോ നബിമാരെ നമുക്ക് വിവരിക്കാം. അതിൽ പിന്നെ വന്ന നബിമാരെ കുറിച്ച് 1,24,000 നബിമാരില്ലേ, അതിൽ ഖുർആനിൽ 25 പേര് മാത്രമല്ലേ ചൊന്നത്. ഞങ്ങളിപ്പോൾ ആ 25 പേര് ഡീറ്റെയിൽ ആയിട്ടിക്കട് തെൽ ഞങ്ങൾ അവിടെ പോലെ വിവരിച്ചുകൊണ്ട് പണ്ട് അള്ളാഹു താല ഞങ്ങളൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വർഗത്തിൽ അങ്ങോട്ട് അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. കാതോർത്ത് എല്ലാവർക്കും അള്ളാഹു റഹ്മത്തും ബറക്കത്തും ചൊരിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.